ഇസ്താംബുളിലെ എമിനോനു പ്രദേശത്തുകൂടിയുള്ള എൻ്റെ സഞ്ചാരം തുടരുകയാണ്. എമിനോനുവിലുള്ള ന്യൂ മോസ്കിന് മുന്നിലെ ചത്തുരത്തിലാണ് ഞാനിപ്പോൾ. സഞ്ചാരികളും തദ്ദേശീയരുമടങ്ങുന്ന ചെറുസംഘങ്ങൾ ചത്തുരത്തിലൂടെ നടന്നു നീങ്ങുന്നു. ഇതാണ് ന്യൂ മോസ്ക് അഥവാ യനിഗാമി മോസ്ക്. ഒട്ടോമൻ ഭരണകാലത്ത് 1597 സുൽത്താൻ മുറാദ് മൂന്നാമന്റെ ഭാര്യ സഫിയ സുൽത്താനയുടെ ആവശ്യപ്രകാരം പണികഴിപ്പിച്ച മോസ്കാണിത്. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന പടിക്കെട്ടുകൾ. മിക്ക മോസ്കുകളിലും പ്രവേശനം സൗജന്യമാണ്. നീളൻ മാർബിൾ കഷ്ണങ്ങൾ പാകിയ വിശാലമായ അകത്തളമാണ് ആദ്യ കാഴ്ച. ചുറ്റിലുമായി കമാനവാതിലുകൾ, വലിയ കൽച്ചട്ടികളിൽ വളർന്നു പൊന്തിയ പനച്ചെടികൾ. അകത്തളത്തിന് ഒത്ത നടുവിലായി ചെറിയ മകുടത്തോടുകൂടി കാണുന്ന ഭാഗമാണ് വുളു. മോസ്കിനുള്ളിലെ പ്രാർത്ഥനാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് വിശ്വാസികൾ ദേഹശുദ്ധി വരുത്തുന്നത് ഇവിടെ നിന്നുമാണ്. പിരമിഡ് ശൈലിയിൽ മാർബിളിൽ വിരിയിച്ചെടുത്ത ന്യൂ മോസ്ക് യമനോനുവിന്റെ പ്രധാന ലാൻഡ്മാർക്കാണിത്. മോസ്കിനുള്ളിൽ ചെരുപ്പ് അനുവദനീയമല്ല. പ്രമുഖ ടർക്കിഷ് വാസ്തുകലാകാരനായ മിമർ സിനാന്റെ ശിഷ്യൻ ദൗദ് ആഗയാണ് ന്യൂ മോസ്ക് പണിതുയർത്തിയത്. എല്ലാ ഒട്ടോമൻ ഇമ്പീരിയൽ മോസ്കുകളെയും പോലെ ന്യൂ മോസ്കിന്റെയും 4 വശങ്ങളിൽ നിന്നുമുള്ള തൂണുകൾ മുകളിൽ താഴികക്കുടവുമായി സംഗമിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന 66 താഴികക്കുടങ്ങൾ. 36 അടി ഉയരത്തിലാണ് പ്രധാന താഴികക്കുടത്തിന്റെ സ്ഥാനം. ഇടത്തരം 4 താഴികക്കുടങ്ങളുടെ പാർശ്വഭാഗമാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. സുൽത്താൻ മുറാദ് മൂന്നാമന്റെ ഭരണകാലത്ത് എമിനോനു പ്രദേശത്തെ ജൂതന്മാരുടെ വളർച്ച ഭരണകൂടത്തിന് നേരിയ ആശങ്ക ഉയർത്തിയിരുന്നത്രേ. അന്ന് എമിനോനുവിലെ ഇസ്ലാമിക വിശ്വാസികളിൽ പിടിമുറുക്കുന്നതിനായി സഫിയ സുൽത്താന നിർദ്ദേശിച്ച മാർഗമായിരുന്നു ന്യൂ മോസ്കിന്റെ നിർമ്മാണം. ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ചില നേതാക്കളുടെ എതിർപ്പ് മൂലം സുൽത്താന്റെ മരണശേഷം മോസ്കിന്റെ നിർമ്മാണം നിർത്തിവെച്ചു. ഏകദേശം 50 വർഷത്തോളമെടുത്ത് സുൽത്താൻ മുഹമ്മദ് നാലാമന്റെ ഭരണകാലത്താണ് മോസ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇസ്നിക് ടൈലുകളുടെ കൗതുകമുണർത്തുന്ന നീലവർണ്ണം. സ്വർണം പൂശിയ പാളികൾ കൊണ്ടാണ് രാജകുടുംബാംഗങ്ങൾക്കുള്ള പ്രാർത്ഥനാ സ്ഥലം അലങ്കരിച്ചിരുന്നത്. മോസ്കിന്റെ തെക്കുകിഴക്കേ കോണിലുള്ള ഗാലറി റോയൽ ലോഞ്ചാണ്. ഇവിടേക്കെത്താൻ ഒരു എലവേറ്റർ സംവിധാനവും ഉണ്ടായിരുന്നു. പ്രധാന താഴികക്കുടത്തിലേക്കെത്തുമ്പോൾ ഇസ്നിക് ടൈലുകളുടെ നീലയും പച്ചയും വെള്ളയും ഇടകലർന്ന വർണ്ണവിസ്മയം കാണാം. സ്ത്രീകൾക്കായി മോസ്കിനുള്ളിൽ പ്രത്യേക പ്രാർത്ഥനാ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ മോസ്കിൽ ഖുറാൻ പാരായണം നടക്കുന്നു. ന്യൂ മോസ്കിന്റെ കാഴ്ചകളിൽ നിന്നും ഞാൻ പുറത്തേക്ക് കടന്നു. യനിഗാമി മോസ്കിന്റെ പടിക്കെട്ടിൽ നിന്നാൽ എമിനോനു പ്രദേശത്തിന്റെ വീക്ഷണം കിട്ടും. ഒട്ടോമൻ ഭരണകാലത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സങ്കേതമായിരുന്നു എമിനോനു. ഗലാത്ത ബ്രിഡ്ജ് വന്നതോടുകൂടി എമിനോനുവിന്റെ സ്വഭാവം തന്നെ മാറി. ഒരു വാണിജ്യ കേന്ദ്രത്തിന്റെ ഛായയാണിപ്പോൾ എമിനോനുവിന്. ചത്തുരത്തിന്റെ പുറത്തേക്കുള്ള പാതയിൽ ചോളക്കച്ചവടക്കാരനെയും പ്രാവിനുള്ള തീറ്റ വിൽക്കുന്ന ഒരു അമ്മൂമ്മയെയും കാണാം. ഗോതമ്പ് മണികൾ ചെറിയ വട്ടപാത്രത്തിലാക്കി വിൽക്കാനിരിക്കുകയാണ് കച്ചവടക്കാരി. ഈജിപ്ഷ്യൻ സ്പൈസ് ബസാർ ലക്ഷ്യമാക്കി ഞാൻ സഞ്ചാരം തുടർന്നു. യനിഗാമി മോസ്കിന് അഭിമുഖമായി വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് ബസാറിന്റെ പ്രധാന വാതിൽ. ഇസ്താംബുൾ സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഈ സ്പൈസ് മാർക്കറ്റ് ഒഴിവാക്കാറില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിരുന്ന മാർക്കറ്റാണിത്. ഗ്രാൻഡ് ബസാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മേൽക്കൂരയുള്ള മാർക്കറ്റ്. പ്രധാനമായും ഈജിപ്തിൽ നിന്നുള്ള ഇറക്കുമതി ചുങ്കമായിരുന്നു മാർക്കറ്റിന്റെ നിർമ്മാണത്തിന് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാവാം ഈ സുഗന്ധവ്യഞ്ജന മാർക്കറ്റിന് ഈജിപ്ഷ്യൻ സ്പൈസ് മാർക്കറ്റ് എന്ന പേര് വന്നത്. പണ്ടുകാലത്ത് കെയ്റോയിൽ നിന്നും കപ്പൽ ചരക്കായി എത്തിയ സാധനങ്ങൾക്ക് പ്രസിദ്ധമായിരുന്നു ഇവിടം. ടൂറിസം പ്രധാന വരുമാനമാർഗമായപ്പോൾ സ്പൈസ് മാർക്കറ്റിൽ സുഗന്ധവ്യഞ്ജനങ്ങൾക്കൊപ്പം കരകൗശല വസ്തുക്കളും തുണിത്തരങ്ങളും നിറഞ്ഞു. വളരെ സൗഹൃദപരമായ കച്ചവട അന്തരീക്ഷമാണ് ബസാറിനുള്ളിൽ.
ഉണക്കിയ പഴവർഗ്ഗങ്ങൾ, ടർക്കിഷ് ചീസ്, വിവിധ ഇനം സോസേജുകൾ, വ്യത്യസ്ത രുചികളിലുള്ള ജാമുകൾ, നട്ട്സ് തുടങ്ങി നമ്മൾ കേട്ടിട്ടുകൂടിയില്ലാത്ത തരം ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാത്തരം സുഗന്ധവ്യഞ്ജനങ്ങളും സ്പൈസ് ബസാറിൽ നിറഞ്ഞിരിക്കുന്നു. വളരെ വിചിത്രവും എന്നാൽ രുചികരവുമായ ഭക്ഷ്യവസ്തുക്കളാണ് ഇവ. ഉണക്കിയ പഴവർഗ്ഗങ്ങളാണ് ഈ കടകളിൽ കൂടുതലായുള്ളത്. നോമ്പുകാലങ്ങളിൽ ടർക്കിഷ് ജനത ഡ്രൈ ഫ്രൂട്ട്സ് വിഭവങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഒരു കച്ചവടക്കാരനും സഞ്ചാരികളെ നിർബന്ധിച്ച് സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സുഗന്ധവ്യഞ്ജനങ്ങൾ പൊടിച്ചെടുക്കുന്നതിനുള്ള ഉപകരണമാണിത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ് ഇയാൾ വിശദീകരിക്കുന്നത്. കുരുമുളകും ഉപ്പും ഏലവും കറുവാപ്പട്ടയുമൊക്കെ ഇതിലിട്ട് കറക്കിയാൽ ഭക്ഷണത്തിന് മുകളിൽ വിതറാൻ പാകത്തിലുള്ള പൊടിയായി കിട്ടും. ഞാൻ ഇതൊന്നും വാങ്ങാൻ വന്ന ആളല്ലെന്നും ഒരു സഞ്ചാരിയാണെന്നും അറിഞ്ഞ് കച്ചവടക്കാരൻ സ്നേഹത്തോടെ കുറച്ച് മധുര പലഹാരങ്ങൾ തന്ന് എന്നെ യാത്രയാക്കി. കച്ചവടക്കാരുടെ കുലീനത്വമുള്ള പെരുമാറ്റമാണ് എന്നെ ഏറെ ആകർഷിച്ചത്. നടത്തം തുടർന്ന് ഞാൻ മാർക്കറ്റിന്റെ മറ്റൊരു വശത്താണ് എത്തിച്ചേർന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ പൊടിച്ചു വിൽപ്പന നടത്തുന്ന കടയാണിത്. കുങ്കുമപ്പൂവുമുണ്ട് വിൽപ്പനയ്ക്ക്. സവിശേഷമായ ഇറാനിയൻ കുങ്കുമപ്പൂ. കടക്കാരൻ സ്ഫടിക ചെപ്പ് തുറന്ന് അതെനിക്ക് കാണിച്ചു തന്നു. പലതരം കറി പൗഡറുകളും ചിക്കൻ മസാലയും ഇന്ത്യൻ ടർക്കിഷ് സഫ്രോണും പലതരം ചായപ്പൊടികളും എല്ലാം ഉണ്ട് ഇവിടെ. സ്പൈസ് മാർക്കറ്റിലെ പ്രധാന ഉപഭോക്താക്കൾ തദ്ദേശീയർ തന്നെയാണ്. ടർക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങാൻ മാത്രമായി ആളുകൾ ഇവിടെ എത്താറുണ്ട്. മാംസം പ്രത്യേക രീതിയിൽ അരച്ച് വടിപോലെയാക്കി തൂക്കിയിട്ടിരിക്കുന്നതാണിത്. ടർക്കിഷ് അറബ് വിഭവങ്ങളുടെ സമ്മേളനമാണിവിടെ. ഈ മാംസവിഭവം വാങ്ങുന്നതിനായിട്ടാണ് കൂടുതൽ പേരും എത്തിയിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാണ് വിൽക്കുന്നത്. ചീസ് പ്രേമികൾക്കിടയിൽ പ്രിയങ്കരിയാണ് ടർക്കിഷ് ചീസ്. ലോക്കം എന്നു പേരുള്ള പരമ്പരാഗത ടർക്കിഷ് വിഭവത്തിൽ ചീസ് കൂടിയേ തീരൂ. സുഗന്ധവ്യഞ്ജനങ്ങളെ കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തേയില ഉൽപ്പന്നങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. റോസ് ടീ, ജാസ്മിൻ ടീ തുടങ്ങി വിവിധ ഫ്ലേവറുകളിലുള്ള തേയിലക്കൂട്ടുകൾ. മറ്റേതോ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഞാൻ ആദ്യമായി കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങളാണിവയൊക്കെ. കാഴ്ചക്കാരായി കടന്നു പോകുന്നവരാണ് ഏറെ പേരുമെങ്കിലും ഓരോ കടയിലും നല്ല കച്ചവടവും നടക്കുന്നുണ്ട്. ഉയർന്ന ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ മാർക്കറ്റിലെ ജനത്തിരക്ക് കാണാം. സാധനങ്ങൾ വാങ്ങാനെത്തിയ തദ്ദേശീയരും മാർക്കറ്റിന്റെ കൗതുകം നേരിൽ കാണാനെത്തിയ സഞ്ചാരികളും ഇക്കൂട്ടത്തിലുണ്ട്. ടർക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രം കൂടിയാണിത്. ജോർജിയ, അർമേനിയ, റഷ്യ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഈജിപ്ഷ്യൻ സ്പൈസ് മാർക്കറ്റിലെ നിത്യ സന്ദർശകരാണ്. കരിങ്കടലിലൂടെയുള്ള ഫെറി സർവീസ് വഴി ഈ രാജ്യക്കാർക്ക് വളരെ എളുപ്പത്തിൽ യെമനോനുവിൽ വന്നിറങ്ങാൻ സാധിക്കും. ഞാൻ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് കടന്നു. മാർക്കറ്റിനുള്ളിൽ മാത്രമല്ല, പുറത്തുള്ള ഇടുങ്ങിയ തെരുവിലും ജനപ്രവാഹമാണ്. ഇത്തരത്തിൽ തെരുവ് നിറഞ്ഞൊഴുകുന്ന ഈ ജനം ടർക്കിയിൽ വന്നതിനു ശേഷം എന്റെ ആദ്യ കാഴ്ചയാണ്. ഇടുങ്ങിയ തെരുവിലൂടെ ഞാൻ നടത്തം തുടർന്നു. തെരുവിന് ഇരുവശവും തുണിത്തരങ്ങളുടെ വിൽപ്പന കേന്ദ്രങ്ങളാണ്. തണുപ്പിനെ ചെറുക്കുന്ന കമ്പിളി വസ്ത്രങ്ങൾ മുതൽ ആധുനിക ഫാഷൻ ഡ്രസ്സുകൾ വരെ ഇവിടെ ലഭിക്കും. ബ്രാൻഡഡ് വസ്ത്രങ്ങളോട് കിടപിടിക്കുന്ന കോട്ടുകളും ജീൻസുകളും തുടങ്ങി പാദരക്ഷകൾ വരെ വിൽപ്പനയ്ക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. വളരെ ന്യായമായ വിലയിൽ സാധനങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. വസ്ത്രശേഖരങ്ങൾ കഴിഞ്ഞാൽ പെയിന്റിങ്ങുകളാണ് മറ്റൊരു ആകർഷണം. വളരെ സുന്ദരമായ ടർക്കിഷ് കാഴ്ചകളാണ് ചായങ്ങളിൽ വിരിഞ്ഞിരിക്കുന്നത്. കാഴ്ചകൾ കണ്ട് ഞാൻ നടത്തം തുടർന്നു. ഒരേ തൊലിനിറമായതിനാൽ യൂറോപ്യൻ ടൂറിസ്റ്റുകളെയും ടർക്കിഷ് ജനതയെയും പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല. നിരത്തിൽ അങ്ങിങ്ങായി ചെസ്നട്ട് വിൽപ്പനക്കാരെയും കാണാം. ഷോപ്പിങ്ങിനുള്ള അനന്ത സാധ്യതകളാണ് യെമനോനുവിനെ ഇത്തരത്തിൽ തിരക്കുള്ള ഒരു പ്രദേശമാക്കി മാറ്റിയത്.
ഈജിപ്ഷ്യൻ സ്പൈസ് മാർക്കറ്റ് തന്നെയാണ് പ്രധാനമായും എമിനോനുവിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. മാർക്കറ്റ് പ്രദേശത്തുകൂടി നടന്ന് എനിഗാമി മോസ്കിന്റെ ഏതാണ്ട് പിൻഭാഗത്തായാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. ഇവിടെ തുരങ്കസമാനമായ ഒരു പാതയുണ്ട്. ഇതുവഴി പോയാൽ മോസ്കിന്റെ മുൻഭാഗത്തേക്കുള്ള ചത്തുരത്തിലെത്താം. ഈ പ്രദേശത്തിന്റെ പൈതൃകവും പൗരാണികതയും വിളിച്ചറിയിക്കുന്നതാണ് ഓരോ നിർമ്മിതികളും. റോഡിനു വേണ്ടി ഇവിടെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നില്ല. പകരം കെട്ടിടങ്ങൾക്കനുസൃതമായി അവയുടെ ഭംഗിക്ക് കോട്ടം വരാതെ പാതകൾ ഒരുക്കിയിരിക്കുന്നു. ഓരോ ഇടവഴി പോലും വളരെ വൃത്തിയായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൗതുകമുണർത്തുന്ന ടർക്കിഷ് ശില്പചാരുത കെട്ടിടങ്ങൾക്ക് പ്രൗഢിയുടെ മുഖച്ചാർത്തണിയിക്കുന്നു. പഴമയുടെ കാഴ്ചകൾ ആവോളം ആസ്വദിച്ച് നടത്തം തുടർന്നു. ലോട്ടറി വിൽപ്പനക്കാരുടെ കടയുടെ മുന്നിലെ നീണ്ട ക്യൂവാണിത്. ക്യൂവിന് നീളം കൂടി വന്ന് അത് ബോട്ട് ജെട്ടി വരെ എത്തിയിരിക്കുന്നു. ഞാൻ ട്രാം സ്റ്റോപ്പിലേക്ക് നടന്നു. ഗേറ്റ് തുറന്ന് ട്രാം നിർത്തുന്നിടത്തേക്ക് നീങ്ങി. ഒരു ട്രാം വന്ന് കിടപ്പുണ്ട്. സ്റ്റോപ്പിൽ നല്ല തിരക്കുള്ള ദിവസമാണിന്ന്. അതുകൊണ്ട് തിരക്കു കുറഞ്ഞ മറ്റൊരു ട്രാം വരാനായി കാത്തുനിൽപ്പായി. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം ഡിവിഡികൾ വോളിയം നമ്പർ 7. സൈബീരിയ, യമൻ, ബാലി, ടർക്കി. 20 ഡിവിഡികളിൽ അസുലഭമായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം ഡിവിഡികൾ വോളിയം നമ്പർ 7. 20 ഡിവിഡികളുടെ സെറ്റിന് വില 3500 രൂപ. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. തദ്ദേശീയരും സഞ്ചാരികളും അടങ്ങുന്ന ചെറിയൊരാൾക്കൂട്ടം എന്നോടൊപ്പം ട്രാമിന്റെ വരവ് കാത്തു നിൽപ്പുണ്ട്. ട്രാം എത്തിക്കഴിഞ്ഞു. വെട്ടിത്തിളങ്ങുന്ന ഒരു ട്രാം. ഒരു ട്രെയിൻ എന്ന പോലെ അത് പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് നിന്നു. ധാരാളം പേർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഞാൻ ട്രാമിലേക്ക് കയറി. എമിനോനു പ്രദേശം പിന്നിട്ട് ട്രാം ഓടിത്തുടങ്ങി. ഗലാത്ത ടവറാണ് എന്റെ അടുത്ത ലക്ഷ്യം. ഗലാത്ത പാലത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. വാഹനങ്ങൾക്കായി 6 വരി പാതയും നടുക്ക് 2 വരി ട്രാം പാതയും കാൽനടക്കാർക്കായി 2 വരി പാതയും ഉൾപ്പെടുന്ന വളരെ ബൃഹത്തായ പാലമാണ് ഗലാത്ത ബ്രിഡ്ജ്. അരനൂറ്റാണ്ടുകാലം മുൻപ് തന്നെ ഇത്രയധികം ദീർഘവീക്ഷണത്തോടുകൂടി ഈ പാലം നിർമ്മിച്ച ഭരണാധികാരികളെ ഞാൻ മനസ്സാ നമിച്ചു. നമ്മുടെ നാട്ടിൽ നഗരമധ്യത്തിലാണെങ്കിൽ കൂടി 4 വരിയിൽ കൂടുതലുള്ള ഒരു പാലത്തെക്കുറിച്ച് എഞ്ചിനീയർമാർക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല. ഈ നാട്ടുകാർക്ക് ഇവിടുത്തെ ഭരണ സംവിധാനം എന്തെല്ലാം സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബോസ്ഫറസിലെ ഗോൾഡൻ ഹോൺ കടലിടുക്കിന് കുറുകെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. പാലത്തിന്റെ കൈവരിക്ക് സമീപം ചൂണ്ടയിട്ട് നിൽക്കുന്ന ധാരാളം പേരെ കാണാം. ഏറെയും തദ്ദേശീയർ തന്നെ. നല്ലൊരു തൊഴിൽ ദിനത്തിൽ ഇങ്ങനെ ചൂണ്ടയിട്ട് നിൽക്കുന്ന ജനങ്ങളെ നമ്മുടെ നാട്ടിൽ ഏതായാലും കാണാൻ കഴിയില്ല. കടലിടുക്കിൽ ധാരാളം ബോട്ടുകൾ, 100 കണക്കിന് ചൂണ്ടക്കാർ. ദൂരെ മുനമ്പിൽ ടർക്കിയുടെ ദേശീയ പതാക ഉയർന്നു പറക്കുന്നു. ഇങ്ങേക്കരയിൽ ഒരു കടത്ത് ബോട്ട് കിടക്കുന്നു. പാലം കടന്നെത്തുന്നത് ചെറിയൊരു ട്രാം സ്റ്റോപ്പിലേക്കാണ്. ഇവിടെയാണ് എനിക്കിറങ്ങേണ്ടത്. ധാരാളം ആളുകൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങാനുണ്ട്. ഇവിടെ നിന്നും അല്പം നടന്ന് ഇടതുവശത്തേക്കുള്ള കുന്നു കയറി ചെല്ലുന്നത് ഗലാത്ത ടവറിലേക്കാണെന്നാണ് എന്റെ കൈവശമുള്ള മാപ്പ് സൂചിപ്പിക്കുന്നത്. പ്രധാന തെരുവിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഞാൻ ഗലാത്ത കുലൈസി അഥവാ ഗലാത്ത ടവറിന്റെ അടിഭാഗത്ത് എത്തി. കുത്തനെയുള്ള നടക്കല്ലുകൾ. മറ്റൊരു പാതയിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ആളുകൾ ടവറിലേക്ക് നടന്നു നീങ്ങുന്നു.
നീണ്ടു നിവർന്നു കിടക്കുന്ന കല്ലുപാകിയ നടവഴി. ഈ കുന്നിന് മുകളിലാണ് പണ്ട് നിരീക്ഷണ ഗോപുരമായി ഉപയോഗിച്ചിരുന്ന ഗലാത്ത ടവർ പണിതിരിക്കുന്നത്. നടന്നു കയറിയെത്തുന്നത് വീതി കുറഞ്ഞ മറ്റൊരു തെരുവിലേക്കാണ്. തെരുവിന് ഇരുവശത്തും ടവർ കാണാനെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്ന കച്ചവടക്കാരുണ്ട്. സ്കാർഫുകളും കൗതുക വസ്തുക്കളും ബാഗുകളുമാണ് പ്രധാന കച്ചവട വസ്തുക്കൾ. കല്ലുപാകിയ ഇടവഴികൾ പിന്നിട്ട് മല കയറി ചെന്നപ്പോൾ മുമ്പിൽ ഭീമാകാരനായ ഗലാത്ത ടവർ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബോസ്ഫറസ് തീരത്ത് വിദൂര ദൃശ്യമായി കണ്ട ടവറിന്റെ യഥാർത്ഥ വലിപ്പം കണ്ടപ്പോൾ അമ്പരന്നുപോയി. 1348 പണികഴിപ്പിച്ച ഗലാത്ത ടവർ അക്കാലത്ത് നഗരത്തിനുള്ളിലെ ഏറ്റവും വലിയ നിർമ്മിതിയായിരുന്നു. ടവർ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ഗലാത്ത ടവർ അറിയപ്പെടുന്നത്. ഒട്ടോമൻ ഭരണകാലത്ത് നഗരത്തിൽ തീപിടുത്തമുണ്ടാകുന്നത് നിരീക്ഷിക്കാനായിട്ടാണ് ടവർ ഉപയോഗിച്ചിരുന്നത്. ഞാൻ ടവറിനകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. ഈ പടവുകൾ വഴി ഉള്ളിലെത്തി ടവറിന്റെ മുകളിലേക്ക് ലിഫ്റ്റിൽ കയറി പോകാനാണ് തീരുമാനം. ടവറിനെ ഒന്ന് വലം വെച്ചാണ് അകത്തേക്കുള്ള വാതിലിനരികിലെത്തിയത്. ധാരാളം സഞ്ചാരികൾ ടവർ സന്ദർശനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഞാൻ ടവറിന്റെ താഴെയുള്ള പ്രധാന ഹാളിലേക്ക് കയറി. ഇവിടെ ഒരു സുവനീർ ഷോപ്പും മറ്റുമുണ്ട്. ഇൻഫർമേഷൻ സെന്ററും ടിക്കറ്റ് കൗണ്ടറും ഇതാണ്. ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റിലേക്ക് കയറി. ഏറ്റവും മുകളിലെ നിരീക്ഷണ ഭാഗം വരെ ലിഫ്റ്റിൽ പോകാമെന്നാണ് കരുതിയിരുന്നതെങ്കിലും തൊട്ടു താഴെയുള്ള നില വരെയേ ലിഫ്റ്റിന്റെ സേവനം ലഭ്യമാകൂ. കരിങ്കല്ലും ചുടുകട്ടയും കൊണ്ട് പടുത്ത ഭിത്തിയും കമാനവും. ഇവിടെ നിന്നും ഗോണി കയറി വേണം മുകളിലെ നിലയിലേക്ക് എത്താൻ. ഇടുങ്ങിയ വഴിയാണ്. ടവർ കണ്ട് തിരിച്ചിറങ്ങുന്ന സഞ്ചാരികൾക്ക് വഴിമാറിക്കൊടുക്കുക എന്നത് ശ്രമകരമായ പണിയാണ്. തടികൊണ്ടുള്ള കൈവരിയുമായി കുത്തനെയുള്ള പിരിയൻ ഗോണി. ഗോണി കയറി ചെല്ലുന്നത് പനോരമ ബാൽക്കണിയിലേക്കാണ്. ഇതാണ് ടവറിന്റെ ഏറ്റവും മുകളിലത്തെ നില. ഇവിടെ ഒരു റെസ്റ്റോറന്റും നൈറ്റ് ക്ലബ്ബുമൊക്കെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പകൽ റെസ്റ്റോറന്റ് ആണെങ്കിൽ രാത്രിയിൽ അത് നൈറ്റ് ക്ലബ്ബായി മാറും. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ തന്നെ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്ന കുലീനത്വമുള്ള ഇരിപ്പിടങ്ങളാണ് റെസ്റ്റോറന്റിലെ കാഴ്ച. ഒരു ചരിത്ര സ്മാരകമാണ് ഇത്തരമൊരു റെസ്റ്റോറന്റായി മാറിയിരിക്കുന്നതെന്ന് ഓർക്കണം. റെസ്റ്റോറന്റിന് പുറത്ത് ചെറിയൊരു ബാൽക്കണിയുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നഗരത്തിന്റെ വിശാലമായൊരു വീക്ഷണം ലഭിക്കും. വളരെ ഇടുങ്ങിയ ബാൽക്കണിയാണ്. ചെറിയൊരു ഭയം തോന്നിയെങ്കിലും വിദൂരതയിലെ സുന്ദര ദൃശ്യങ്ങൾ എന്നിലെ സഞ്ചാരിക്ക് മനോബലമേകി. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നീങ്ങാവുന്ന പാതയാണിത്. പരന്നുകിടക്കുന്ന ഇസ്താംബുൾ നഗരത്തിന്റെ വിസ്തൃതിയാണ് ആദ്യ കാഴ്ച. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് മന്ദിരങ്ങൾ. ഇതിൽ പുരാനിർമ്മിതികളുണ്ട്. മധ്യകാലത്ത് പണിതവയുണ്ട്. ആധുനിക കെട്ടിടങ്ങളുമുണ്ട്. നഗരത്തെ പകത്ത് ബോസ്ഫറസ് കടലിടുക്ക്. റോമൻ കാലഘട്ടത്തിലെയും പിന്നീട് വന്ന ഒട്ടോമൻ തുർക്കികളുടെയും വാസ്തുവിദ്യകളുടെ സമ്മിശ്ര കാഴ്ചകളാണ് ഇസ്താംബുളിനെ സമ്പന്നമാക്കുന്നത്. സഞ്ചാരികൾ ടവറിന്റെ മുകളിലെത്തി ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്നു. നിർമ്മാണകാലം മുതൽ നിരവധി തവണ തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഗലാത്ത ടവറിന്. സുൽത്താൻ സലീം മൂന്നാമന്റെ ഭരണകാലത്ത് തടി ഉപയോഗിച്ച് ടവറിന്റെ മേൽക്കൂര പുതുക്കിപ്പണിതിരുന്നു. അതുകൊണ്ടാവാം തീപിടുത്തത്തിൽ കൂടുതൽ നാശം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് 1965 കാലഘട്ടത്തിലാണ് ഇന്നീ കാണുന്ന നിലയിൽ ടവർ പുതുക്കിപ്പണിതത്. നേരെ മുന്നിൽ കാണുന്നതാണ് ഞാൻ കടന്നുവന്ന ഗലാത്ത ബ്രിഡ്ജ്. ഗോൾഡൻ ഹോൺ ബോസ്ഫറസ് കടലിടുക്കിൽ ചെന്നു ചേരുന്നു. ഇസ്താംബുളിലെ ത്രിവേണി സംഗമമാണ് ഈ ടവറിന് മുന്നിൽ നിൽക്കുമ്പോൾ കാണാനാവുന്നത്. ടവറിന്റെ ചുവട്ടിൽ നിന്നും താഴേക്ക് പോകുന്ന പാതയാണിത്. ഈ ഭാഗത്താണ് ബോസ്ഫറസും ഗോൾഡൻ ഹോൺ കടലിടുക്കും സംഗമിക്കുന്നത്. കപ്പൽ കടന്നുവരുന്ന വഴിയാണ് ബോസ്ഫറസ്. വലത്തേക്ക് തിരിയുന്ന ഭാഗമാണ് ഗോൾഡൻ ഹോൺ കടലിടുക്ക്. കപ്പൽ നേരെ ഇടതുവശത്തുകൂടി കടന്നുപോകും. ബോസ്ഫറസ് കടലിടുക്ക് ഇടത്തേക്കൊഴുകി കരിങ്കടലിലാണ് ചെന്നു ചേരുക. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോൾഡൻ ഹോണിന്റെയും ബോസ്ഫറസിന്റെയും സംഗമം വ്യക്തമായി കാണാം. വിദൂരതയിൽ ബോസ്ഫറസ് കടലിടുക്കിന്റെ അങ്ങേവശത്ത് കാണുന്നതാണ് ഏഷ്യൻ ഭാഗം. ഒട്ടോമൻ സാമ്രാജ്യകാലത്ത് പണിത നിരവധി ചരിത്ര മന്ദിരങ്ങൾ ഏഷ്യൻ ഭാഗത്തുണ്ട്.
44 ലക്ഷം ജനം വസിക്കുന്നുണ്ട് അവിടെ. തീരത്ത് ഉയർന്ന മകുടങ്ങളോടുകൂടി കാണുന്നത് ടോപ്പ് കാപ്പി കൊട്ടാരക്കെട്ടുകളാണ്. ആ കൊട്ടാരത്തിലായിരുന്നു സുൽത്താൻ വാണിരുന്നത്. ഗോൾഡൻ ഹോണിനും ബോസ്ഫറസ് കടലിടുക്കിനും ഇടയ്ക്കുള്ള തന്ത്രപ്രധാനമായ മുനമ്പാണിത്. ഗോൾഡൻ ഹോൺ വന്നു ചേരുന്ന ഭാഗം ഇതാണ്. ഏഷ്യൻ ഭാഗത്തെ പുരാതന ദേവാലയങ്ങളുടെ മിനാരങ്ങൾ കെട്ടിടവനത്തിനുള്ളിൽ ഉയർന്നു കാണാം. ഇക്കാണുന്നത് അറ്റാതുർക്ക് പാലമാണ്. തൊട്ടടുത്തു തന്നെ പുതുതായി പണി നടക്കുന്ന പാലം. ടവറിന് നേരെ താഴേക്ക് നോക്കുമ്പോൾ ഞാൻ കടന്നുവന്ന ഇടുങ്ങിയ തെരുവിലൂടെ കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് കാണാം. ഈ പാത നീണ്ടുചെന്ന് ഗോൾഡൻ ഹോൺ തീരത്ത് അവസാനിക്കുന്നു. ടർക്കിയിലെ ഏറ്റവും വലിയ നഗരമാണ് എനിക്ക് മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുന്നത്. 1.25 കോടിയിലധികം ജനങ്ങളാണ് ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ തിങ്ങിപ്പാർക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളുടെ കേന്ദ്രഭാഗമാണിന്ന് ഇസ്താംബുൾ. പൗരാണികതയും ആധുനികതയും സംഗമിക്കുന്ന മഹാനഗരം. നഗരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് കെലാത്ത ടവറിന് മുകളിൽ ഞാൻ നിന്നു.